ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീ ആ പെണ്ണിനെ വണ്ടി ചെന്ന് നിർത്തിക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത്? നീ കുറേ നാളായല്ലോ എൻ്റെ പിന്നാലെ ശല്യം ചെയ്യണേ. കാണാൻ ഭംഗിയുള്ളൊരു പെണ്ണിനെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ളതല്ലടാന്നൊക്കെ പറയുമ്പോൾ ശ്രീ ആകെ കളിയാക്കുന്നുണ്ട്. കാണാൻ ഭംഗിയുള്ളതാ, നിർത്ത് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ അവൻ ചുറ്റും നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി കളിയാക്കണാണെന്ന്. ആ സമയത്ത് അവളുടെ വണ്ടിയുടെ താക്കോലും മേടിക്കുന്നുണ്ട്. നീ ഒരു വയസ്സായ സ്ത്രീയെ തട്ടി താഴെ ഇട്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യാണ്ട് നീ പോയില്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹോസ്പിറ്റൽ ചിലവ് നീ തരണം. 1000 രൂപ അതിനെ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടും. 1000 രൂപയെ നിനക്കാ 1 രൂപ പോലും ഞാൻ തരില്ല എന്ന് പറയുന്നു. ആ സമയത്ത് മറ്റുള്ളവർ 2-3 പേര് അവിടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ പ്രശ്നം നോക്കിയപ്പോൾ ഇവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നു. ഇവൻ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി, അതുപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ താക്കോല് ഇവൻ മേടിച്ചെന്ന് പറയുമ്പോൾ എന്താടാ പെൺപിള്ളേരെ വഴി നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നത് കാര്യം അറിയാതെ സംസാരിക്കരുത് ചേട്ടാ എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ശ്രീയുടെ ഭാഗ്യത്തിന് 2-3 പെണ്ണുങ്ങൾ ആയ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് വരുന്നുണ്ട്. ഈ മോനെ അമ്മച്ചിനെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്, ഒരു കണക്കിന് നീ ഈ പെണ്ണിനെ പിടിച്ചു നിർത്തിയോ, നന്നായി, ഇവൾ എന്തൊരു സാമർത്ഥ്യമാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് ആ പെണ്ണുങ്ങളും കൂടി ഇവളുടെ വട്ടം കൂടിയപ്പോൾ ഇവൾക്ക് മനസ്സിലായി പോലീസിനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പം തന്നെ വേഗം ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ബാഗ് തുറന്നു കഴിഞ്ഞിട്ട് 1000 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും പോകുമ്പോൾ അവനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ശരിയാക്കി തരാം, നിനക്കുള്ള പണി വരുന്നുണ്ട്, നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കോളാന്നൊക്കെ പറഞ്ഞ് അവൾ കയ്യിൽ തുള്ളി പോകും. പിന്നീട് കാണിക്കുന്നത് ബസ്സാണ്. ബസ്സിൽ ശ്രുതിയുടെ മോനും രേവതിയും കൂടെ നല്ല കളിയും ചിരിയും സംസാരമൊക്കെ. ആ സമയത്ത് നമ്മുടെ രേവതിയുടെ കൈ നമ്മുടെ വണ്ടിയുടെ പുറത്തേക്ക് ഇങ്ങനെ കൈ വെച്ചേക്കണ്. അത് നമ്മുടെ സച്ചി കാണുന്നുണ്ട്. സച്ചിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷെ ഒരു ചമ്മല്. എന്നാലും പറയും, രേവതി നിൽക്കുമ്പോൾ എന്തേന്ന് ചോദിക്കും. അത് വണ്ടിയുടെ പുറത്തുനിന്ന് കൈ എടുത്തിട്ട് വേറെ വല്ല വണ്ടി വന്ന് ഇടിക്കുമെന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രേവതി വേഗം വണ്ടിയിൽ നിന്ന് കൈ അകത്തേക്ക് എടുത്തിടുന്നുണ്ട്. അത് കാണുമ്പോൾ ശ്രുതിയുടെ അമ്മ മനസ്സിൽ ചിരിക്കുന്നുണ്ട്. പിന്നെ ശ്രുതിയുടെ അമ്മനോട് ചോദിക്കുന്നുണ്ട്, മോളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലവ് മാരേജ് ആണോ, ഡ്രസ്സ് എടുക്കാൻ പോകണമല്ലേ, ഞാൻ പറഞ്ഞു തരാം കളറ്, അമ്മേരെ പോലെയാണോ അവളെന്നൊക്കെ മോളെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചിട്ട് ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ശ്രമിച്ചിട്ടും കിട്ടണില്ല. അപ്പോൾ കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുട്ടി ഇങ്ങോട്ട് വാതായോ എന്ന് പറഞ്ഞ് ഫോൺ പിടിച്ച് വലിക്കുന്നുണ്ട്. ഫോൺ പിടിച്ച് വലിക്കലും ഫോൺ പെട്ടെന്ന് ഓഫ് ആവുന്നുണ്ട്. ബസ് ബ്രേക്ക് ഇടുമ്പോൾ മൊബൈൽ താഴത്തേക്ക് തെറിച്ച് പോകുന്നുണ്ട്. കുഞ്ഞ് പിന്നാലെ ഇറങ്ങി ഓടും. രേവതി സച്ചിൻ പിന്നാലെ ഓടി കുഞ്ഞിനെ രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അമ്മ അവരോട് യാത്ര പറഞ്ഞൊക്കെ പോകുന്നുണ്ട്. നന്നായി ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സച്ചിനെ രേവതിനെ അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് അവർ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ വീടാണ്. സച്ചിയുടെ വീട് കാണിക്കുന്നതിന് മുന്നേ തന്നെ ഈ പെൺകുട്ടിയുടെ വീട് കാണിക്കുന്നുണ്ട്. അവള് ശരിക്കും നമ്മുടെ രവീന്ദ്രന്റെ ശത്രു തന്നെയാണ്. അയാൾ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ള ഓഫീസറുടെ മോളാണ് ഇവള്. ഇതൊന്നും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. റോഡിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മയോടും അച്ഛനോടും അത് പറയുമ്പോൾ ആ വണ്ടിയുടെ നമ്പർ തപ്പും. അങ്ങനെ ആർ.ടി. ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ വണ്ടിയുടെ ഉടമസ്ഥൻ സച്ചിന് വീട്ടും പേരും അച്ഛൻ്റെ പേരൊക്കെ പറയുമ്പോൾ പണ്ട് തന്നെ ആക്രമിച്ച ആളാണ്. എന്തായാലും അവൻ തൻ്റെ കാക്കയെ വിളിച്ചു വരുത്താണ്ട് ഇനി പെൻഷൻ കൊടുക്കണ്ടെന്ന് ഭാര്യയും പറയുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രനെ അയാൾ വിളിച്ചു വരുത്തുന്നുണ്ട്. പെൻഷൻ കിട്ടാനാണെന്ന് വിചാരിച്ച് പെൻഷൻ്റെ കാര്യം ശരിയാക്കാമെന്ന് വെച്ച് രവീന്ദ്രൻ നല്ല സന്തോഷത്തോടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അറിയുന്നത്, നിങ്ങളുടെ മോൻ എൻ്റെ മോളെ വഴിയിൽ പിടിച്ചു നിർത്തി 1000 രൂപ മേടിച്ചെടുത്ത് നാണം കെടുത്തി, അവൻ ഇവിടെ വന്ന് മാപ്പ് പറയാതെ നിങ്ങളുടെ പെൻഷൻ കിട്ടുമെന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്ര ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ മോൻ നാട്ടിലില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ വണ്ടിയും അഡ്രസ്സൊക്കെ ശരി തന്നെയാണ്, ഞങ്ങളുടെ തന്നെയാണ്. പക്ഷേ എൻ്റെ മോന് ഇവിടെ ഇല്ലാത്ത സമയത്ത് വേറെ 2 ആമക്കളും കൂടി ഇരിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഈ വണ്ടി എടുത്ത് പുറത്ത് പോയോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. പിന്നെ എൻ്റെ പെൻഷൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത കാശുണ്ട്. ഞാനും ഗവൺമെൻറ് ജോലിക്കാരൻ, നിങ്ങളും ഗവൺമെൻറ് ജോലിക്കാരൻ. എൻ്റെ പൈസ പെൻഷൻ നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ ഒരവകാശവുമില്ല. പിന്നെ എൻ്റെ മോനെ എന്തായാലും ഇവിടേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. നിങ്ങളുടെ കാല് പിടിച്ചിട്ടുള്ള പെൻഷനൊന്നും എനിക്ക് വേണ്ട. അല്ലാണ്ട് തന്നെ കോടതിയിൽ പോയി പെൻഷൻ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് അയാളുടെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ആകെ ചമ്മി നാണം കെട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് വീടിന് കാണിക്കുന്നത്, വീട്ടിൽ ശ്രുതി ഇങ്ങനെ കെടുക്കായിരിക്കുള്ളൂ, ഒരു ജോലിയില്ലാതെ ഫോണും പിടിച്ചിരിക്കുന്നുണ്ട്. അനിയനും ഉണ്ട്. ആ സമയത്ത് അച്ഛൻ കയറി വരുന്നുണ്ട്. അച്ഛൻ വന്ന് ശ്രീയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി എടുത്ത് പുറത്ത് പോയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയി, എന്തെങ്കിലും പ്രശ്നം വഴിയിലുണ്ടായോ എന്നും ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അങ്ങനെ ചോദിക്കണമെന്ന് ചോദിച്ചപ്പോൾ നീ നോണയൊന്നും പറയില്ല എന്നറിയാം, സത്യസന്ധമായല്ലേ നീ ജീവിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്.
വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വെച്ചപ്പോൾ വഴിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ശരി, നല്ലതാണല്ലോ നീ ചെയ്തത്. അപ്പോൾ ശ്രുതി അവനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സ്ത്രീനെ ആശുപത്രിയിൽ അവർ കൊണ്ടുപോകും. നീ എന്തിനാ പെൺകുട്ടീനെ വഴിയിൽ തടഞ്ഞു നിർത്തി കാശ് മേടിച്ചത്? ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണ്. പെൺകുട്ടികളെ പിന്നാലെ ശല്യം ചെയ്ത് പോകാൻ പാടില്ല. കാശ് മേടിച്ചത് അതിനേക്കാൾ വലിയ കുറ്റം ഉറപ്പും. നീ എന്തേ പറയുന്നത്? ഞാൻ ചെയ്തത് നല്ലൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛനറിയാം, എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കണേന്ന് സ്ത്രീയും പറയുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നീ അവനെ ഉപദേശിക്കാൻ നിൽക്കണ്ട, അവനവൻ്റെ അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയത് ശ്രുതിക്ക് എന്ന് പറയുമ്പോൾ, എന്താ എൻ്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമെന്ന് ചോദിച്ച് ചന്ദ്ര വരുന്നുണ്ട്. അപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെ ശ്രുതി പറയുമ്പോൾ, നീ എന്തിനീ ആവശ്യമില്ലാത്ത പണിക്കുന്നത്? അവരായി അവരെ പാടായി. നിൻ്റെ അച്ഛൻ തന്നെ ചെയ്ത പണി കണ്ടില്ലേ? നിൻ്റെ അച്ഛൻ്റെ വണ്ടിയുടെ ഇടയിൽ ഒരാൾ പെട്ടെന്നും പറഞ്ഞ് ആ കുറ്റബോധത്തിൻ്റെ പേരിൽ ഒരു പൂക്കാരിനെ കൊണ്ട് പെരയിൽ നിർത്തിയ കാര്യം നീ മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സ്ത്രീക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ അമ്മ ചേട്ടത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേട്ടത്തി നല്ലവളല്ലേ, ചേട്ടത്തി നല്ലത് തന്നെയാണ്, സച്ചിയാണ് ചേർന്ന പെണ്ണ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവനെയും അമ്മനെ കുറ്റം പറയുന്നുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കണക്ക് തന്നെയാണെന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നുണ്ട്. പരസ്പരം രണ്ടുപേരോടും ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ പെൻഷൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചിട്ടുണ്ട്. പെൻഷൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല, അവർ വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞു. പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുധീരെ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? സുധീരെ കല്യാണത്തിന് മണ്ഡപം ബുക്ക് ചെയ്യണം, ഡ്രസ്സ് എടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നത് വേണ്ട, മണ്ഡപം ബുക്ക് ചെയ്യണ്ട, എൻ്റെ സുധീരെ കല്യാണം നടത്തണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.